മരത്തേന്ന് വീണതാണേ. കേട്ടില്ല. 10 രൂപ എടുത്ത് നട്ടലിന് പോട്ടില്ല. വീഡിയോയുടെ തുടക്കം കണ്ടല്ലോ. ഇത് ഓർമ്മയിലിരിക്കണം, ഈ കണ്ട വീഡിയോ. പിന്നെ ഈ തീർത്ത് വീഡിയോയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്തിനാണ് ഞാൻ ഇത് കാണിച്ചതെന്ന്. 15-20 അടുത്ത് പൊട്ടി വാഴപ്പിണ്ടി പോലെ എടുത്ത് അവൻ്റെ മുമ്പിലിട്ടേക്കാണ്. 20 സ്ഥലത്ത് പൊട്ടൽ വന്ന ഒരുത്തൻ പിന്നെ ഇറങ്ങി ഓടണത് കാണാം. അതിന് മുമ്പ് നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവനെ എനിക്കറിയാം. ഇവനെ പല വീഡിയോ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവന്റെ കോമാളിത്തരം കണ്ടിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ പാസ്റ്റാണ്. പണ്ട് പെന്തക്കോസിലാൻ കണ്ടായിരുന്നു. അവിടെ നിന്ന് അടിച്ചിറക്കി കാണും. ഇത്രയും കള്ളങ്ങൾ അവിടെ പോയി കാണൂല കേട്ടോ. കാരണം വിശ്വാസികളെയല്ല ഞാൻ കുറ്റം പറയുന്നത്. വിശ്വാസികളെ നമുക്കിഷ്ടമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പല വിശ്വാസങ്ങളുണ്ട്. എല്ലാവരെയും നമ്മൾ മാനിക്കുന്നവരാണ്. പക്ഷെ ഇതുപോലെയുള്ള വിശ്വാസങ്ങളെ വരെ വ്രണപ്പെടുത്തുന്ന ഇതുപോലെയുള്ള ചെറ്റകളെക്കെതിരെ ഞാൻ സംസാരിക്കും. കാരണം നിങ്ങൾക്കറിയാം, ക്രിസ്ത്യാനിക്കറിയാം, ഇതുപോലുള്ള ചെറ്റത്തരം നടക്കൂല. നമ്മൾ പ്രാർത്ഥിക്കാൻ പല കാര്യങ്ങളും ഭേദമാകുന്നു, സ്വാഭാവികം തന്നെ. നമ്മൾ ഹിന്ദുക്കളായിരുന്നാലും ക്രിസ്ത്യാനിയായിരുന്നാലും മുസ്ലിങ്ങളും. പക്ഷെ ഇതുപോലെ വെട്ടിയിട്ട വാഴത്തട പോലെ കൊണ്ടുവന്ന് കിടത്തിയ ഒരുത്തൻ ഇറങ്ങി ഓടണതും കാണാം. ആ വീഡിയോയും കാണിച്ചതിന് ശേഷം നമുക്ക് കാര്യത്തിലേക്ക് പോകുന്നതാണ് ഉത്തമം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടിട്ട് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്തിനായിരുന്നു ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് നിങ്ങളെ കാണിച്ചത്. നമുക്ക് ആ വീഡിയോ കാണാം. ആദ്യം മരത്തേന്ന് വീണതാണേ. കേട്ടില്ല. 10 രൂപ എടുത്ത് നട്ടലിന് പോട്ടില്ല. എഴുന്നേറ്റ് നടക്കയില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും നടക്കാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരിക്കലും നടക്കാൻ പറ്റില്ലെന്ന ഡോക്ടർ. എവിടെയാ ചികിത്സ ചെയ്യുന്നത്? കോട്ടയം മെഡിക്കൽ കോളേജില് ആൽബിൻ ഡോക്ടർ ആയിരുന്നു. എത്രയിടത്ത് പൊട്ടിയിട്ടുണ്ട് നട്ടല്? സംസാരിക്കുവോ? എത്രയിടത്ത് പൊട്ടിയിട്ടുണ്ട്? 15-16 ഇടത്ത് പൊട്ടിട്ടെന്ന് പറഞ്ഞു. 16 ഇടത്ത് പൊട്ടിയിട്ടുണ്ട് നട്ടല്. ഇവിടെ വന്ന പിന്നെയാണ് ഓർമ്മയില്ലായിരുന്നു. സൗര കർത്താവ് നിങ്ങളെ തൊട്ട് കഴിഞ്ഞു. സൗര കാല് പൊക്ക, ചലിപ്പിക്ക, മറ്റേ കാല് ചലിപ്പിക്ക, ഈ കാല് പൊങ്ങട്ടെ. വീഴ്ചയ്ക്ക് ശേഷം കാല് ചലിച്ചിട്ടില്ല. ഇല്ല. ചാടി എഴുന്നേക്ക്. ഓ യേശുവേ നന്ദി. കൈ ഉയർത്ത്. മൊത്തം കെട്ടുകഴിച്ചു. ഞാൻ കണ്ടു അയാളുടെ മേൽ നിന്ന് ബാധ ഒഴിഞ്ഞു പോകുന്നേ. കമ്പി വെച്ച ബെൽറ്റ് ഒരിക്കലും അനങ്ങാതിരിക്കാൻ. സ്റ്റെപ്പ് വെച്ച് വഴി കൊടുത്തേ. ആരും പിടിക്കണ്ട. മുണ്ട് മടക്കി കൊടുക്ക. ഓ കരമടിച്ച് യേശുവേ എന്ന് വിളിച്ച് തിരിച്ചു വാ. ഓയ് തിരിച്ചു. ഓ ഓടുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ നടക്ക്. ആ സാധനം എല്ലാം കൊടുത്തു വിട് വേണമെങ്കിൽ. വീഡിയോ കണ്ടല്ലോ, തീർത്തും കണ്ടല്ലോ. അതിൽ ആദ്യത്തെ അവൻ കാണിച്ച മണ്ടത്തനം ഞാൻ പറഞ്ഞു തരാം. തുടക്കം നിങ്ങളെ കാണിച്ച വീഡിയോയുടെ ഒരു ഭാഗം. ഇവൻ ആദ്യം ഈ സജി എന്ന് പറഞ്ഞ പരമചെറ്റയായ ഇവൻ ആദ്യം ഈ വെട്ടിയിട്ട വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന ഇവനോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എത്ര പൊട്ടൽ, എന്താണ് സംഭവിച്ചതെന്ന് അല്ലേ. അപ്പൊ അവൻ പറയുന്നത് 10-20 പൊട്ടലുണ്ട്, 10-20 തിങ്ങിന്നവനാണ്. ഇന്ന് ഡയല ഇറക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ലോട്ടറി കച്ചവടക്കാരെ എന്തോ പിടിച്ചുകൊണ്ട് വന്ന് 500 രൂപയ്ക്ക് പിടിച്ചുകൊണ്ട് വന്ന് അവന്റെ ഭാര്യയെന്ന് പറയുന്ന അവളോട് ചോദിക്കുകയാണ്, എന്താണ് അത് 10-20 അടുത്ത് പൊട്ടൽ തെങ്ങീന്ന് വീണതാണ്. 10-20 അടുത്ത് പൊട്ടലുണ്ട്. ഈ പൊട്ടല് മെഡിക്കൽ കോളേജ് ആൽബിൻ എന്ന് പറയുന്ന ഡോക്ടർ വിധി എഴുതി, ഇനി ഒരിക്കലും എടിക്കില്ല എന്ന് പറഞ്ഞ് വിധി എഴുതി ഇരുമ്പിൽ ഒരു ബെൽറ്റ് ഇട്ടുകൊണ്ട് വന്ന് കിടക്കുന്നവനാണ് എടിച്ചു ഓടിയത്. കണ്ടല്ലോ. അപ്പൊ ഈ ഡോക്ടർ ഏതെന്ന് ചോദിക്കാൻ അവക്കറിയില്ല. ഈ പറഞ്ഞ ഈ പെണ്ണും പിള്ളയ്ക്ക് അറിയില്ല. ഇവൻ തന്നെ പറയണ്, ഏത് ഡോക്ടർ? ആൽബിൻ ഡോക്ടർ അല്ലേ? ഏത് മെഡിക്കൽ കോളേജിലല്ലേ? ഓ ആ ശരി. അവരവന്റെ വായിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഇവനാണ് ഉത്തരം പറയുന്നത്. ഇവൻ പഠിപ്പിച്ചു കൊണ്ടിരുത്തിയിരിക്കുന്നതാണ്. അതിനുശേഷം അവൻ എഴിച്ച് പോകുമ്പോൾ അറിയാം, ഒരു വെട്ടിയിട്ട വാഴത്തടോല കിടന്നവനെ തെങ്ങീന്ന് വീണ് 15-20 പൊട്ടലുള്ള ഒരുത്തനെ അവന്റെ ദേഹത്ത് ദൈവം തൊട്ട് സാത്താൻ ഇറങ്ങിപ്പോയി അല്ലേ? അവന്റെ ദേഹത്തിൽ നിന്ന് ആ പിശാച് ഇറങ്ങിപ്പോയി. അപ്പൊ ഈ പൊട്ടല് വീഴുക ഇടുക്കി ഈ അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പൊട്ടല് വീഴുക, നമ്മൾ വീഴുക, വണ്ടി ഇടിക്കുക, ആക്സിഡന്റ് ആവുക, വല്ല അസുഖം വരുന്നതൊക്കെ സാത്താനാണോ? ഇവരെ ഭാഷയിൽ ഇതൊക്കെ സാത്താനാണോ കയറിയിരിക്കുന്നത്? മരത്തിൽ നിന്ന് വീഴുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് അല്ലേ? അത് സാത്താനല്ല. പക്ഷെ അവൻ എഴിച്ച് ഓടിയത് കണ്ടല്ലോ. ഇതിന് മുമ്പ് നിങ്ങളെ ഞാൻ ഒരു വീഡിയോ കാണിച്ചത്, എൻ്റെ സെർച്ച് ചെയ്താൽ അറിയാം. എനിക്ക് ഈ പരമനാളിയെ പറ്റി ചെയ്തിട്ടുണ്ട്. ഒരു ആക്സിഡന്റിൽ 2 കണ്ണിലും കമ്പി ഒത്തു കയറി ഒരു നായയുടെ മോന്റെ എന്നേ എനിക്ക് പറയാൻ പറ്റട്ടെ. ഇവനെയൊക്കെ വിളിച്ചുകൊണ്ട് ഇത്രയും കള്ളത്തനങ്ങൾ അവതരിപ്പിക്കുന്ന അവനെയൊക്കെ എനിക്ക് ഇങ്ങനെ വിളിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല.
കാരണം അവൻ്റെ 2 കണ്ണിലും കമ്പി പൊത്തി കയറിയ ഈ നായിൻ്റെ മോൻ കണ്ണ് കാണുന്നോ നിൽക്കുമ്പോൾ ഈ സജിത് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ചെറ്റ അവിടെ അങ്ങറ്റത്ത് അവിടെ ഈ കൺവെൻഷൻ നടക്കുന്നതിൻ്റെ അടുത്ത ഹാളിൽ നിന്ന് കാണുകയാണ് ആ പച്ച ഷർട്ട് ആൾക്ക് എന്നെ കാണാൻ ദൈവം തൊട്ടിരിക്കുന്നു, ഓടിച്ചെല്ലുന്നു ചൊല്ലുമ്പോൾ ഈ കണ്ണ് കാണാതെ അന്ധനായിട്ട് നിൽക്കുന്ന ഇവൻ ഈ പാസ്റ്റർ വരുന്നത് നോക്കുന്നു, അയാൾ സംസാരിക്കുന്നത് കാണുന്നുണ്ട്, കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്, ഒക്കെ കണ്ടിട്ട് 2 കണ്ണിൻ്റെയും കാഴ്ച പോയി ശകലം വെള്ളം എടുത്ത് കണ്ണി വെച്ചോടനെ അന്ധന് കാഴ്ച കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അന്ന് ഞാൻ ചോദിച്ചതും ഇപ്പോഴും ചോദിക്കുന്ന ഈ സജി എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസികളെ പറ്റിച്ചും ജോലിക്കും പോവാതെ ജീവിക്കുന്ന ഇവനെ പോലെയുള്ള നായിൻ്റെ മോനായ സജിയുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നു, ഇവിടെ RCCയിലും മെഡിക്കൽ കോളേജിലും മാരരോഗങ്ങളായിട്ട് എത്രയോ ലക്ഷക്കണക്കിന് കൊച്ചുകുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ തെണ്ടി കഷ്ടപ്പെടുന്നുണ്ടോ അസുഖം മാറാൻ വേണ്ടി? നീ പരസ്യമായിട്ട് അവിടെ ചെന്ന് ഈ RCC ഒരു രോഗിയെങ്കിലും ഭേദമാക്കും പരസ്യമായിട്ട്. ഇതുപോലെയുള്ള കള്ളത്തനങ്ങൾ പറഞ്ഞ് 500 രൂപയ്ക്കും 50 രൂപയ്ക്കും ആളെ കൂട്ടി ഇതുപോലെയുള്ള തെരുവ് നാടകങ്ങൾ എടുക്കാതെ സജി പാസ്റ്ററെ, നിന്നെ ഇനി ആൾക്കാർ കൈവയ്ക്കാൻ അധികം സമയം കാണില്ല. കാരണം അത്ര ചെറ്റത്തനമാണ്. ഒരാൾക്ക് കാണുന്ന രീതിയിൽ നീ ചെയ്യേ. ഒരാൾക്ക് കള്ളത്തനം കാണിക്കുക. എല്ലാവരും കള്ളവരെന്ന്, എല്ലാവരും നല്ലവരൊന്നുമല്ല. കള്ളത്തരം കാണിക്കാത്ത ഒരു വ്യക്തികളും ഇല്ല. പക്ഷെ ഞാൻ സജിയോട് പറയുന്നത്, കള്ളത്തരം കാണിക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു എന്തു പറയാ, നമ്മളൊരു ഒറിജിനാലിറ്റി അതിൽ വരുത്തണം. ഇതുപോലെയുള്ളവർക്ക് പഠിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ കുറച്ച് ഒറിജിനലായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യാൻ വേണ്ടിയെങ്കിലും നല്ല ട്രെയിനിങ് കൊടുത്തു കൊണ്ടുവരണം അല്ലേ? കാരണം ഇവരാരാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അറിയാമോ? ഈ 2 പേരൊന്നല്ലോ എഴിച്ചു കിടക്കാത്തവനൊരു ഓടിയ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഈ പ്രേക്ഷകരും കണ്ടല്ലോ ഈ ആൾക്കാർ എഴിച്ച് ഓടിയതിൽ. അവൻ തെങ്ങിയെന്ന് അവൻ്റെ ഇരുമ്പ് ബെൽറ്റിട്ടിരുന്നതാണ്. സാത്താനല്ല ദൈവം തൊട്ട് സാത്താനൊക്കെ പോയി, പിശാചൊക്കെ അവൻ്റെ ഉള്ളിൽ നിന്ന് പോയി. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയവനാണ് എഴിച്ചു ഓടിയത്. നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് അവൻ്റെ വിഡ്ഢിത്തനം. മനസ്സിലായോ? ഇതിനെതിരെ 2 വാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. കാരണം യവനെ പോലുള്ള ചെറ്റകൾക്കെതിരെ ഇനിയും പ്രതികരിക്കും ഞാൻ. മനസ്സിലായോ? അതിൽ വേറൊന്നുമല്ല. ഞാൻ സംസാരിക്കുന്നത് വിശ്വാസികളെയല്ല. വിശ്വാസികൾ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, എല്ലാ വിശ്വാസങ്ങളും ഞാൻ വിശ്വസിക്കുന്ന ഒരാളെ നമുക്കാരും അതിൽ കുറ്റപ്പെടുത്താനൊന്നുമില്ല. അത് അവരൊരു വിശ്വാസമാണ്. പക്ഷേ ഇതുപോലെ ഓരോ വിശ്വാസങ്ങളിലുണ്ട് കേട്ടോ. ഇതിൽ മാത്രമല്ല, ക്രിസ്ത്യാനി മാത്രമല്ല, ഹിന്ദുക്കളിലുണ്ട്, മുസ്ലിങ്ങളിലുണ്ട്. ഇതുപോലെ 3 മതക്കാരിലുമുണ്ട്. ഇതുപോലെ ഹിന്ദുക്കളെയും വിശ്വാസങ്ങളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പറയിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ കുറേ ചെറ്റകളുണ്ട്. അവർക്കെതിരെ ആണ് ഞാൻ സംസാരിച്ചത്, അല്ലാതെ ഒരിക്കലും വിശ്വാസികൾക്കെതിരെയല്ല. കാരണം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വീണ് കിടക്കുന്ന ഒരുത്തൻ ഇറങ്ങി ഓടി അല്ലേ? ഓടുന്നു. അവൻ നേരെ പോകുന്നത് ഇന്നാളിതിൽ ഒരു കമന്റ് ഇട്ടതുപോലെ വിവറേജിലെന്തോടെ പോയത്. കാരണം അവൻ്റെ കിളി പോയി. അവിടെ കിടന്നപ്പോൾ അവൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞതായിരിക്കും. 500 രൂപയ്ക്കുള്ള അഭിനയം കഴിഞ്ഞു. അത് പോയ സമയത്ത് പിന്നെ അവനെ കെട്ടിയെടുത്തുകൊണ്ട് വീണ്ടും കൊണ്ടുവന്ന് ഡയലോഗ് ഇറക്കിയിട്ട് ഇരുമ്പ് ബെൽറ്റ് ആണെന്നൊക്കെ പറയുന്ന ഇവനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയ വാർത്തകളുമായി അനന്തപുരി ബ്ലോഗ് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും.